ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 1 പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വീഡിയോ പ്ലേ ചെയ്യുക കേട്ടോ. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് വരുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് പാർട്ട് 1. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ എഴുതി കാണിക്കുന്നതിനേക്കാളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യും, ആക്ഷനായിട്ട് അത് ചിലപ്പോൾ നമ്മളൊന്നും പറയില്ല, ഒന്നും എഴുതില്ല, പക്ഷേ നമ്മുടെ ആക്ഷനിലൂടെ ചെറിയ ഗസ്റ്റേഴ്സിലൂടെയൊക്കെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ എന്തെങ്കിലും വേണോ ചോദിച്ചാൽ വേണ്ടാന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തലയാട്ടിയിട്ടൊക്കെ കാണിക്കും, വേണം എന്നുള്ളതിനോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതിനൊക്കെ തലയാട്ടിയിട്ടൊക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ എന്തിലാണ് വരുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊരു ഭാഷ സംസാരിക്കണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കാണിക്കണില്ല, പക്ഷേ അവർക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിലാണ് വരുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. When we communicate information without depends on written or spoken language. ഓക്കെ, അതിന് എക്സാമ്പിൾ നമുക്ക് കുറേ അധികം എക്സാമ്പിൾസ് നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ പറ്റും. എന്തൊക്കെയാണ്, ബാബിൾസ് ഓഫ് ബേബീസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ്. മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് മാത്രമല്ല, എന്ത് മൂവ്മെൻ്റ് ആണെങ്കിലും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഹാൻഡ്സിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് എക്സാമ്പിൾ കൊടുത്തു. നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഈ ചെറിയ പിള്ളേർ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യാണ്, അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരിങ്ങനെ സംസാരിച്ച് വേണം, നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവരിങ്ങനെ അവരുടെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ സംസാരിച്ച് പോകും. അതൊക്കെ എന്തിലാണ് വരുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ എലമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, എലമെൻറ്റ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് കീവേഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അറിയണ എക്സാമ്പിൾസ് തന്നെ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്, നമ്മുടെ ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി പോസ്ചർ, ടോൺ ഓഫ് വോയിസ്. അതായത് നമുക്ക് സന്തോഷം വരുമ്പോഴുള്ള വോയിസ് ആയിരിക്കില്ല നമുക്കൊരു പെയിൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോഴോ ഉണ്ടാവുക. ഓക്കെ, വോയിസിലും എന്ത് ചെയ്യാറുണ്ട്, മോഡുലേഷൻസ് വരുത്താറുണ്ട്. ഇനി എംബ്ലംസ് യൂണിവേഴ്സൽ ആയിട്ടുള്ള എംബ്ലംസും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും കോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എംബ്ലംസ്, ഇമോജീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അത് ഇമോജീസ് വേറെ, പക്ഷേ എംബ്ലംസിലേക്ക് കിടക്കുമ്പോൾ എംബ്ലംസ് എന്താണ്, നോൺ വെർബൽ ക്യൂസ് ആണ് ദാറ്റ് ഹാവ് എ യൂണിവേഴ്സൽ മീനിങ് ഇൻ അവർ ഗ്ലോബൽ കൾച്ചർ. അതായത് യൂണിവേഴ്സലി തന്നെ ഇപ്പോൾ തംസപ്പിൻ്റെ ആ ഒരു എംബ്ലം കണ്ടാൽ നമുക്ക് ഏത് കൺട്രിയിലുള്ള ആൾക്കും അത് മനസ്സിലാവും, എന്താണ് വെൽ ഡൺ അല്ലെങ്കിൽ ഓക്കെ എന്നുള്ളൊരു മീനിങ്ങിലാണ് തംസപ്പ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഒരു യൂണിവേഴ്സൽ മീനിങ് ഉള്ള ഒരു ഗ്ലോബൽ കൾച്ചറിൽ വരുന്ന ഒരു വെർബൽ ക്യൂസ് ആണ് എന്താണെന്ന് പറയണത്, എംബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എംബ്ലംസിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം, ചിലപ്പോൾ അത് 2 മാർക്കിനൊക്കെ ചോദിക്കാം. എംബ്ലംസ് ആർ നോൺ വെർബൽ ക്യൂസ് ദറ്റ് ഹാവ് എ യൂണിവേഴ്സൽ മീനിങ് ഇൻ അവർ ഗ്ലോബൽ കൾച്ചർ. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളും കൊടുക്കുക. ഈ ചാപ്റ്ററിൽ എന്ത് ചോദിച്ചാലും അതിന് നമ്മുടേതായിട്ടുള്ള ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള നമുക്കറിയുന്ന ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വയ്ക്കുക. ചോദിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ഡെഫിനേഷൻ എഴുതുക, അതിൻ്റെ താഴെ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. Okay, if you are seeing a long lost friend, you would illustrate your happiness with a wide sweep of arms are also example for non-verbal communication. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, കാരണം നമ്മളെന്താണ് കുറേ നാൾക്ക് ശേഷം നമ്മുടെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കാണുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ അയാളുടെ മുന്നിൽ പോയി നിന്നിട്ട്, ഓ നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം, അങ്ങനെയൊന്നല്ല പറയാം. നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ഓടിപ്പോയി നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നമ്മൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം അങ്ങനെ നമുക്കത് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിക്ക് അവരുടെ ബോഡി പോസ്റ്റേഴ്സും അവരുടെ ആ ഒരു എന്താ പറയുക, കെട്ടിപ്പിടിക്കുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അവരിനെ കണ്ടാലാണ്. ഓക്കെ,
അവരെ കാണുമ്പോഴും നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, ലാംഗ്വേജിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമുക്ക് വാക്കുകളിലൂടെ പറയുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡി പോസ്റ്റേഴ്സിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയുള്ള അവിടെ പറയണത് അത് എക്സാമ്പിളായിട്ട് കൊടുത്താൽ മതി. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചാൽ സംടൈംസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓഫൻ കോൺട്രാഡിക്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. കോൺട്രാഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എതിർക്കുന്ന രീതിയിൽ. അതായത് എന്താ ഇവിടെ പറഞ്ഞിരിക്കണേ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ കോൺട്രാഡിക്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ മെയിനായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെസ്റ്റേഴ്സ്, ബോഡി പോസ്റ്റേഴ്സ്, അതായത് വാക്കുകളെക്കാളും നമ്മൾ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നോൺ വെർബലിൽ വരുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്, വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ്. ഓക്കെ, അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറഞ്ഞു എന്ത്, ഗെസ്റ്റേഴ്സും അതേപോലെ തന്നെ ബോഡി പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യണത്. പക്ഷേ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ അത് ലാംഗ്വേജസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ എഴുതി കാണിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കോൺട്രാഡിക്ട്സ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ കാര്യങ്ങളിലാണ്, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ന് പറയും, പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, യെസ് എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ കണ്ടിട്ട് വേണ്ടാന്നുള്ളൊരു രൂപത്തിലാണ്. പക്ഷെ എങ്ങനെ ഇവരോട് വേണ്ടാന്ന് പറയുക എന്ന് വിചാരിച്ച് നമ്മൾ യെസ് പറയണ ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്, യെസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ ആ ഒരു കാണിക്കലൊക്കെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവണത് എന്താണ്, ഇവന് അത്ര താല്പര്യമില്ല വരാൻ, അല്ലെങ്കിൽ ഇവന് ഇത്ര താല്പര്യമില്ല എന്നുള്ള ഒരു രീതിക്കാണ് അവരത് മനസ്സിലാക്കണത്. അപ്പോൾ നോൺ വെർബലി നമ്മൾ എന്ത് ചെയ്യണു, നോ എന്നുള്ള ആൻസറാണ് അവർക്ക് കാണിക്കുന്നത്. പക്ഷെ വെർബലി നമ്മൾ എന്താ പറഞ്ഞത്, വരാം അല്ലെങ്കിൽ യെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കോൺട്രാഡിക്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ അത്? സംടൈംസ് അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, എക്സാമ്പിൾസ് എന്താണ്, someone asked if they want to go out and says yes and their gestures and body language suggests hesitation. ഓക്കെ, ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മടി അല്ലെങ്കിൽ വരണോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവില്ലേ, ആ തോന്നലൊക്കെ നമ്മുടെ ഫേസിലൊക്കെ വരും ചില സമയത്ത് നമ്മൾ യെസ് എന്ന് പറഞ്ഞാലും. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാൻ പറ്റും. ചാപ്റ്ററിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത അതാണ്. നമുക്ക് എന്ത് എക്സാമ്പിൾ, ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതി ചേർക്കാൻ പറ്റും. ഇനി ലാംഗ്വേജ് ശരിക്കും ഒരു മിസ്റ്ററി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ലാംഗ്വേജ് ശരിക്കും എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും സയൻറ്റിഫിക്കലി എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അറിയാൻ പറ്റിയിട്ടില്ല. സയൻറ്റിഫിക്കലി കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ലാംഗ്വേജ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തത് എന്നുള്ളതിന് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നമുക്കറിയാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ബോഡി ലാംഗ്വേജ് ഉണ്ട്, സൈൻ ലാംഗ്വേജ് ഉണ്ട്, ആനിമൽ ലാംഗ്വേജ് ഉണ്ട്. ഇതെല്ലാതും എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തത്, പലരും പല തിയറീസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാതും കറക്റ്റായിട്ടുള്ള ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനിൽ യൂണിവേഴ്സ് മൊത്തം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു തിയറീസ് അല്ല. ഓക്കെ, തിയറീസ് നമുക്കിതിൻ്റെ ലാസ്റ്റ് പഠിക്കാനുണ്ട്, അത് നമ്മൾ പഠിക്കും ഈ ഒരു പാർട്ടിൽ. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഫീച്ചേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഫീച്ചേഴ്സാണ് മെയിൻലി കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ, ആർബിട്രറിനെസ്. ഓക്കെ, റിഫ്ലെക്സിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് 4ഉം എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണം. ഫസ്റ്റ് വൺ ഇങ്ങനെ ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന്. അപ്പോൾ എന്താ പറയുക, 4 ഫീച്ചേഴ്സ് ആണുള്ളത്. 4 ഫീച്ചേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ്, ആർബിട്രറിനെസ്, റിഫ്ലെക്സിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഫസ്റ്റ് വൺ ആർബിട്രറിനെസ്. അതിൽ വരുന്നത് എന്താണ്, യുണീക്ക് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ തന്നെ യുണീക്കായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. നോ ലോജിക്കൽ കോറിലേഷൻ. അതായത് അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വേർഡ് ട്രീ ആൻഡ് ദി കൺസെപ്റ്റ് ഓഫ് ട്രീ ഹാസ് നോ റിലേഷൻ. അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ മരത്തിന് എന്താ പറയുക, ട്രീ എന്നാണ് പറയുക, TREE, ട്രീ. ഓക്കെ, അപ്പോൾ ട്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വരും, മരം എന്നുള്ള ഒരു ഇമേജ് വരും. ട്രീ എന്ന് പറയുമ്പോൾ തന്നെ മരം, നമ്മുടെ ആ ഒരു ട്രീൻ്റെ ഒരു ഇമേജ് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ മനസ്സിൽ അത് വരും. ഓക്കെ, പക്ഷേ
മലയാളത്തിൽ ഇപ്പോൾ മരം എന്ന് പറഞ്ഞാലും ആ ഒരു ഇമേജ് വരും. ഹിന്ദി പറഞ്ഞാലും വേറെ ഏത് ഭാഷയിൽ അവരുടേതായിട്ടുള്ള മദർ ടങ്ങിൽ അറിയുന്ന ഭാഷയിൽ പറഞ്ഞാലും ആ ഒരു ഇമേജ് വരും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രീ എന്നുള്ള 4 വാക്കിന് TREE എന്ന വാക്കിന് ശരിക്കും മരത്തിൻ്റെ യാതൊരു കോറിലേഷനും ഇല്ല. മരം എന്നുള്ള ആ ഒരു സംഗതിയായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത് ട്രീ. അതിപ്പോൾ ഏത് വാക്കെടുത്ത് നോക്കിയാലും ഓൾമോസ്റ്റ് എല്ലാ വാക്കിനും ഒരു ലോജിക്കലായിട്ടുള്ള ഒരു റീസണിങ് ഉണ്ടാവില്ല. ജസ്റ്റ് ആൽഫബറ്റ്സിൻ്റെ ആ ഒരു ക്രമീകരണത്തിൽ വന്നിട്ടുള്ള വാക്കുകളാണത്. ഓക്കെ, അല്ലാതെ ട്രീ എന്നുള്ള വാക്കിനും ആക്ച്വലി ട്രീക്കും തമ്മിൽ എന്തില്ല, യാതൊരു റിലേഷനും ഇല്ല എന്നാണ് പറയണത്. ഓക്കെ, ഇനി റിഫ്ലെക്സിവിറ്റി ഈസ് ഓൾസോ എ യുണീക്ക് ഫീച്ചർ അലോസ് ഹ്യൂമൻ ലാംഗ്വേജ് ടു ഡെവലപ്പ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. അതായത് അതും എന്താണ്, ഒരു യുണീക്ക് ഫീച്ചറാണ്. റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നതും ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. ചില സമയത്ത് നമ്മൾ ഈ മെയിനായിട്ട് റിഫ്ലെക്സിവിറ്റിയിൽ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുക, നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്ത വാക്കുകളൊക്കെ നേരെ തിരിച്ചുള്ള അർത്ഥത്തിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിക്കുന്ന സമയത്തോ ഇങ്ങനെ ഷേ എന്ന് പറയുന്നതായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെയാണ് പറയണേ, ഷേ ഒരു സന്തോഷത്തിൻ്റെ രീതിയിലാണ് അത് എന്ത് ചെയ്യണത്, എക്സ്പ്രസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചേഞ്ചസ് ഒരു വാക്കിൽ തന്നെ ചിലപ്പോൾ മുന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അർത്ഥമാവില്ല ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അർത്ഥം ആ വാക്കിന് തന്നെ, സെയിം വാക്കിന് തന്നെ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വാക്കിനും അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജിനും ഡെവലപ്മെൻറ്റും ടൈം അനുസരിച്ച് ചേഞ്ചും വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, റിഫ്ലെക്സിവിറ്റി എന്ന് പറയണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അലോസ് us to talk about the past, present ആൻഡ് ഫ്യൂച്ചർ. അതായത് കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റിയിട്ടും ഇപ്പോൾ ഉള്ള കാര്യത്തിനെ പറ്റിയിട്ടും ഇനി വരാൻ പോണ കാര്യത്തിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ടോക്സ് അബൌട്ട് ഇമേജിനറി തിങ്സ് ദാറ്റ് ആർ നോൺ എക്സിസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇമാജിൻ ചെയ്ത് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ ഉണ്ടാവും എന്ത് ചെയ്യുക, ഓരോ ഇമാജിൻ ചെയ്യുക, അങ്ങനെ ആയിരുന്നെങ്കിലോ, അങ്ങനെ ആ ഒരു ഇമാജിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അതില്ലാത്ത കാര്യങ്ങളായിരിക്കും, എന്നാലും അതിനെപ്പറ്റി എന്ത് ചെയ്യുക, സംസാരിക്കുക. ഓക്കെ, അതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റിൽ വരണത്. അലോസ് ടു ഇവോൾവ് ഇവൻറ്റ്സ് ആൻഡ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ റിമൂവ്ഡ് ഇൻ ടൈം ഓർ സ്പേസ്. അതായത് നമ്മൾ ഈ കാലം പോണതിനനുസരിച്ച് മാറും എന്നൊക്കെ പറയണ പോലെ കുറേ കാര്യങ്ങൾ അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടാവും. കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ ഈവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടൈം അനുസരിച്ചിട്ട് അത് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ അതിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്ത് അതും കൂടി ഇവോൾവ് ചെയ്യുന്ന രൂപത്തിൽ അതിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്ത് പിന്നെന്താണ്, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വരുന്നതാണ് എന്താണെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു ഫീച്ചർ. ഓക്കെ, ദെൻ ക്രിയേറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ്. കാരണം ഒരുപാട് എന്താണ്, നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ഒരു എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നമുക്കിങ്ങനെ ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവന്നുകൊണ്ടാണ്. ഓക്കെ, ഇനി ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ കമ്പാരിസൺ ഈസ് ഫാർ ലിമിറ്റഡ്. ആനിമൽസ് ആർ ലിമിറ്റഡ് ടു കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ. അതായത് ആനിമൽസിനെ നോക്കുകയാണെങ്കിൽ, മനുഷ്യന്മാരെ കമ്പയർ ചെയ്തിട്ട് ആനിമൽസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ പോലെ ഇങ്ങനെ ഭയങ്കര ഫ്ലോ ആയിട്ട് നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റണം എന്നില്ല. അവരുടേതായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. ഓക്കെ, ഇനി ഒറിജിൻ ഓഫ് ലാംഗ്വേജ് നേരത്തെ നമ്മൾ പറഞ്ഞു, ലാംഗ്വേജിൻ്റെ ഒറിജിൻ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കറക്റ്റായിട്ടുള്ള ഒറിജിൻ എവിടെ നിന്നാണ്, എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഇതൊന്നും നമുക്ക്
കറക്റ്റായിട്ട് ഒരു തിയറി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ പലരും പല തിയറീസും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ആരാണ് ഈ തിയറി പറഞ്ഞത്, അത് എന്താണ്, അപ്പോൾ ആ തിയറി നമുക്ക് തരും. എന്നിട്ട് ഇത് ആരാണ് സ്റ്റേറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റണ രൂപത്തിൽ അതൊന്ന് നോക്കി വയ്ക്കുക. അല്ലാതെ അതിൻ്റെ ഡീപ്പായിട്ടുള്ളതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എഡ്വേർഡ് സാപ്പിയർ സേസ് ലാംഗ്വേജ് is a purely human and non-instinctive method of communicating ideas, emotions and desires by means of voluntarily produced symbols. Okay, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി. എഡ്വേർഡ് സാപ്പിയറും അതേപോലെ തന്നെ യുവാൽ നോഹ് ഹരാരിയാണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള 2 തിയറീസ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള തിയറീസ് ഇവിടെ വരുന്നുണ്ട്. തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്നുള്ളിടത്തുള്ള തിയറി ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് കണ്ടപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യുവാൽ നോഹ് ഹരാരി സെഡ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് എ വെരി ഹ്യൂമൻ നീഡ് ടു ഗോസിപ്പ്. ഇത് ശരിക്കും കോമഡിയാണ്. കാരണം മനുഷ്യൻ ഗോസിപ്പ് പറയാനുള്ള ആ ഒരു ഹ്യൂമൻ ടെൻഡൻസി, പണ്ട് മുതലേ ഗോസിപ്പ് പറയാനുള്ള ആ ഒരു ഹ്യൂമൻ ടെൻഡൻസി കാരണം, അത് പറയാനുള്ള അതിയായ എന്ത് കാരണം, ആ ഒരു ആഗ്രഹം കാരണം, ആ ഒരു ടെൻഡൻസി കാരണമാണ് എന്ത് ചെയ്തത്, ലാംഗ്വേജ് തന്നെ കൊണ്ടുവന്നത് എന്നാണ് ആര് പറയണത്, യുവാൽ നോഹ് ഹരാരി പറയണത്. ഓക്കെ, ഇനി മെയിനായിട്ട് ഇതാണ് മെയിനായിട്ടുള്ള തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഫസ്റ്റ് വൺ ബോ-വോ തിയറി. ഓക്കെ, ഒനാമറ്റോപോയിക് വേർഡ്സ്. ദെൻ ഡിങ് ഡോങ് തിയറി, പൂഹ് തിയറി, യോ ഹി ഹോ തിയറി. ഇതൊക്കെ ശരിക്കും ഭയങ്കര ഒരു രസമുള്ള വാക്കുകളാണ്. ഗസ്റ്റർ തിയറി. ഓക്കെ, ഇനി ഇത്ര 4 തിയറീസാണ്. ബോ-വോ തിയറി, ഡിങ് ഡോങ് തിയറി, പൂഹ് തിയറി, യോ ഹി ഹോ തിയറി, ഗസ്റ്റർ തിയറി. ഇതിങ്ങനെ ജസ്റ്റ് ഒരു 2-3 വട്ടം പറഞ്ഞാൽ തന്നെ നമുക്കതൊരു ഇങ്ങനെ കളിയായിട്ട് എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഫസ്റ്റ് വൺ ബോ-വോ തിയറി. ഒനാമാറ്റോപോയിക് വേർഡ്സ്. ലാംഗ്വേജസ് imitation of natural sounds. Early men have tried to communicate sounds of nature like ooze, buzz, ripple, bang, hiss, etc. അതായത് ഈ നേച്ചർ നമുക്ക് കറക്റ്റായിട്ട് അത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. നേച്ചറിൽ ഒരുപാട് സൗണ്ട്സ് ഉണ്ടാവും. അതായത് ഈ റിവറിലൊക്കെ പോയിരുന്നിട്ടുണ്ട്, പുഴേൻ്റെ അരികത്തൊക്കെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഈ കടലിലൊക്കെ തിരമാലകളൊക്കെ ഇങ്ങനെ വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെന്താണ്, കാറ്റത്ത് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ആടുമ്പോൾ ആ ഒരു സൗണ്ട്. അതേപോലെ തന്നെ അങ്ങനെ കുറേ അധികം സൗണ്ട് നമുക്ക് നേച്ചറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പറയണത്, ബോ-വോ തിയറിയിൽ പറയണത്, ഈ നേച്ചറിലുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് മനുഷ്യന്മാർ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ലാംഗ്വേജ് ഒറിജിൻ ചെയ്തത് എന്നാണ് പറയണത്. ഓക്കെ, എക്സ്പ്ലെയിൻ ഇൻഫോർമേഷൻ ഓഫ് സെർട്ടൈൻ വേർഡ്സ്. അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, കനോട്ട് എക്സ്പ്ലെയിൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അതർ വേർഡ്സ്. ഓക്കെ, മറ്റുള്ള വാക്കുകൾ, അതായത് ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ നേച്ചറിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞു. പക്ഷേ നേച്ചറിൻ്റെ സൗണ്ട് അല്ലാതെ മറ്റുള്ള വാക്കുകൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറിക്ക് പറ്റിയില്ല, ബോ-വോ തിയറിക്ക് പറ്റിയില്ല. ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ലാംഗ്വേജസ് ഡെവലപ്ഡ് ലേറ്റർ ഇയേഴ്സ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള കാലഘട്ടത്തിൽ ലാംഗ്വേജസ് എമർജ് ചെയ്തത് എന്നുള്ളതും കണ്ടുപിടിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല, അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല, ബോ-വോ തിയറിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഡിങ് ഡോങ് തിയറിയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇവിടെ ഡിങ് ഡോങ് തിയറിയാണ്. ദെൻ സിമിലർ ടു ബോ-വോ തിയറിനോട് സിമിലർ ആയിട്ടാണ് എന്ത് കിടക്കുന്നത്, ഡിങ് ഡോങ് തിയറി കിടക്കുന്നത്. Early man might have imitated the sounds of nature and expressed them vocally by using sensory impressions like striking of bells, swaying of trees in winds, movements of rivers. Proposed by, ആരാണിത് പ്രപ്പോസ് ചെയ്തതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആരാണ് പ്രപ്പോസ് ചെയ്തത്, ഡിങ് ഡോങ് തിയറി, മാറ്റ്സ് മുള്ളർ ആണ് എന്ത് ചെയ്തത്, ഡിങ് ഡോങ് തിയറി പ്രപ്പോസ് ചെയ്തത്. സ്ട്രെസ്സസ് ഓൺ റിതം ഓഫ് നേച്ചർ വിച്ച് ക്രിയേറ്റഡ് സെൻസറി ഇംപ്രഷൻസ് ഓൺ ഹ്യൂമൻ ബീങ്സ്. അതായത് ബോ-വോ തിയറിയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഡിങ് ഡോങ് തിയറിയിൽ പറയണത്. ഓക്കെ, ബെല്ലിങ്ങനെ ആടുന്ന സൗണ്ട് കേട്ടിട്ടും, അതേപോലെ തന്നെ കാറ്റിൽ മരങ്ങൾ ആടുന്ന സൗണ്ട് കേട്ടിട്ടും, പിന്നെ ഈ പുഴയരികത്തേക്ക് ഈ അരുവികൾ, എന്താ അതിനെ പറയുക, ഈ സ്ട്രീംസ് ഓഫ് റിവേഴ്സ്. ഓക്കെ,
ആ ഒരു മൂവ്മെൻറ്റ് ഓഫ് റിവേഴ്സിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടും അങ്ങനെയൊക്കെ കേട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി ഹ്യൂമൻസ് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടാണ് സൗണ്ട് വരുന്നത് എന്നാണ്. ആക്ച്വലി ഇത് ഡിങ് ഡോങ് തിയറി ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഡിങ് ഡോങ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? മാറ്റ്സ് മുള്ളറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പൂഹ് തിയറി. ഇറ്റ് മീൻസ് ടു മേക്ക് ഫൺ ഓഫ് സംതിങ് ഓർ സമ്മൺ. അതായത് പേര് പോലെ തന്നെ എന്താണ്, ഒരാളിനെയോ അല്ലെങ്കിൽ ഒരു സാധനത്തെയോ മേക്ക് ഫൺ. ഓക്കെ, ടു മേക്ക് ഫൺ ഓഫ് സംതിങ് ഓർ സമ്മൺ. സ്പീച്ച് അറ്റർനെസ് ഓഫ് മാൻ ഡ്യൂറിങ് പെയിൻ, ഷോക്ക്, എക്സൈറ്റ്മെൻറ്റ് ആൻഡ് പ്ലഷർ ആർ ട്രേസ്ഡ് ബൈ പൂഹ് തിയറി. അതായത് നമുക്ക് ഭയങ്കര സന്തോഷം ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഭയങ്കര ചിരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം പറയാൻ വരികയായിരിക്കും, പക്ഷെ അതിന് ചിരിച്ച് നമുക്കത് പറയാൻ കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നേരെ തിരിച്ച് വിഷമിച്ച് നമുക്ക് ചില സമയത്ത് ചില ആൾക്കാർക്കൊക്കെ, എനിക്കൊക്കെ ഉണ്ടത്, ഭയങ്കര സങ്കടം വന്ന് ഭയങ്കര കരഞ്ഞിരിക്കണ സമയത്ത് ഭയങ്കരമായിട്ട് തർക്കിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആ കരച്ചിൽ കാരണം നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇടറി ചില സമയത്ത് സൗണ്ടൊന്നും പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് എന്താന്ന് പറയണത്, പൂഹ് തിയറി എന്ന് പറയണത്. ഇനി യോ ഹി ഹോ തിയറി. Men use utter words in rhythm to reduce their effort. For example, men carrying goods call out "Ohi, ohi." Okay, repeating one after the other. Language develops from such expressions of labor. അതായത് നമുക്ക് നമുക്ക് കൂടുതൽ പേർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, സിനിമയിലൊക്കെ കണ്ട് നമുക്ക് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഈ ലോഡൊക്കെ കയറ്റുന്ന സമയത്ത് ഈ കുറേ ആൾക്കാർ ചേർന്ന് ഇങ്ങനെ ലോഡൊക്കെ അല്ലെങ്കിൽ മരത്തിൻ്റെ തടിയൊക്കെ കയറ്റുന്ന സമയത്ത് ഈ ഒരു ഭാരം, ഭയങ്കര ഭാരമായിരിക്കുമല്ലോ അതിന്. ആ ഒരു ഭാരം നന്നായിട്ടൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓഹോയ് ഓഹോയ് എന്ന് പറഞ്ഞ് പോണതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് വെയിറ്റ് അത്രയും ഭാരമുള്ള ഒരു സാധനത്തിന് ആ ഒരു വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യണത്, അങ്ങനെ ചെയ്യണത്. ഈ യോഹിഹോ തിയറിയിൽ പറയണത് എന്താണ്, അങ്ങനെയുള്ള എക്സ്പ്രഷൻസിൽ നിന്നാണ്, അങ്ങനെ അവർ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻസിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ലാംഗ്വേജ് എമർജ് ചെയ്തിട്ടുള്ളത് എന്നാണ് യോഹിഹോ തിയറിയിൽ പറയണത്. ഇനി ഗസ്റ്റർ തിയറി. ദി ബുക്ക് ടൈറ്റിൽഡ് ഹ്യൂമൻ സ്പീച്ച് ബൈ റിച്ചാർഡ് പേജറ്റ് ഗിവ്സ് റെഫറൻസ് ടു ഗസ്റ്റർ തിയറി. അതായത് ഗസ്റ്റർ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആക്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റാം, ആ ഒരു ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, എമർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. വെൻ വി സേ, എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കണേ, വെൻ വി സേ ഐ and me, we have a tendency to point figures as, and we point the person standing opposite when saying you. അതായത് നമ്മളിപ്പോൾ ഐ ആൻഡ് മീ എന്ന് പറയുന്ന സമയത്ത്, നീയും ഞാനും എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, എന്തിന്, നീ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മേലേക്ക് ചൂണ്ടാനും, ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ മേലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ആ ഒരു ടെൻഡൻസിയാണ് എന്തെന്ന് വരുന്നത്, ഗസ്റ്റർ തിയറിയിൽ വരുന്നത്. ഏർലി ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റഡ് പ്രൈമറിലി ത്രൂ ഗസ്റ്റേഴ്സ് ആൻഡ് മൈറ്റ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ ലിപ്സ്, ജോസ് ആൻഡ് ടങ്. അതായത് മുന്നേയുള്ള മനുഷ്യന്മാർ ഇങ്ങനെയുള്ള ഗസ്റ്റേഴ്സിലൂടെ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് കാലം കഴിയുന്തോറും, കാലം ഇങ്ങനെ കടന്നു പോകുന്തോറും അവർ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിപ്സ്, ജോസ് ആൻഡ് ടങ് കൊണ്ടൊക്കെ അത് റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ലാംഗ്വേജ് വന്നിട്ടുണ്ടാവും എന്നാണ് എന്തെന്നിൽ പറയണത്, ഗസ്റ്റർ തിയറിയിൽ പറയണത്. ഓക്കെ, ഇതെല്ലാതും ശരിക്കും എന്താണ്, ഭയങ്കര എളുപ്പമാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ആ ഒരു തിയറീസൊക്കെ ഒന്ന് നോക്കുക, അതിൻ്റെ എല്ലാത്തിൻ്റെയും ചോദിച്ചാൽ എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള മാർക്കെല്ലാം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് യൂണിറ്റ് 2 ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.